മൂന്നാമത്തെ ശ്ലോകം നമ്മൾ തുടങ്ങിയിട്ട് അത് വായിച്ചതേ ഇല്ല. അതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ശ്രീ ഭഗവാനുവാച ലോകേസ്മിൻ ദ്വിവിധാ നിത്ത പുരാ പ്രോക്താ മയാ നഘ ജ്ഞാനയോഗേന സാങ്ഖ്യാനം കർമ്മയോഗേന യോഗിന. ശ്രീ ഭഗവാൻ പറഞ്ഞു, തന്റെയോ പാപരഹിത, ഈ ലോകത്തിൽ സാഖ്യന്മാരുടെ ജ്ഞാനയോഗം അനുസരിച്ച് യോഗികളുടെ കർമ്മയോഗം അനുസരിച്ച് രണ്ടുതരം നിഷ്ഠ എന്നാൽ പണ്ടേ പറയപ്പെട്ടു. കഴിഞ്ഞ അധ്യായത്തിലെ പ്രതിപാദനത്തിന്റെ രീതി വിധാനം ഓർമ്മയുണ്ടല്ലോ. 11 മുതൽ 11ാമത്തെ ശ്ലോകം നമ്മളിന്ന് തുടങ്ങിയ 10ാമത്തെ ശ്ലോകം തൊട്ടാണ്. 11 തൊട്ടാണ് ഭഗവാൻ സംസാരിക്കുന്നത്. 11 മുതൽ 37 വരെ ശ്ലോകങ്ങൾ കൊണ്ട് സാഖ്യയോഗത്തെ വിവരിച്ച ശേഷം അടുത്ത ശ്ലോകം കൊണ്ട് 38ാമത്തെ ശ്ലോകം കൊണ്ട് ബാഹ്യലോകത്തിൽ സമചിത്തയോടെ സമദുഃഖേ സമീകൃത്വ ലാഭ ജയോ, ആ ശ്ലോകമാണ് 38ാമത്തെ. അടുത്ത ശ്ലോകം കൊണ്ട് ബാഹ്യലോകത്തിൽ സമചിത്തതയോടെ, അതായി ലാഭ നഷ്ടം, വിജയം പരാജയം, സുഖദുഃഖം, ഇതിനെ ബാലൻസ് ചെയ്യുന്ന സമചിത്തതയോടെ പ്രവർത്തിക്കേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞു. പിന്നീട് 39 തൊട്ട് 70 വരെ ശ്ലോകങ്ങൾ കൊണ്ട് ബുദ്ധിയോഗത്തെ വിസ്തരിച്ച് ആ സമചിത്തത വരാൻ നമ്മൾ എങ്ങനെ അഡോപ്റ്റ് ചെയ്യേണ്ടത്, അതാ ബുദ്ധിയോഗം. എന്നുവെച്ചാൽ വിവേകത്തിൽ, അതിനെക്കുറിച്ച് സംസാരിച്ചു. 39 മുതൽ 70 വരെ ശ്ലോകങ്ങൾ കൊണ്ട് ബുദ്ധിയോഗത്തെ വിസ്തരിച്ച് ആന്തരമായ സന്തുലിതാവസ്ഥ കർമ്മയോഗാനുഷ്ഠാനത്തിന് അനുപേക്ഷണീയമാണെന്ന് ഊന്നിപ്പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്തു. സ്വാഭാവികമായും അർജുനൻ കണക്കിലേറെ കുഴപ്പത്തിലായി. ഇതാണ് നമുക്ക് അത് കർമ്മമാർഗത്തിനെ കുറിച്ച് പറഞ്ഞു, ജ്ഞാനയോഗത്തിനെ കുറിച്ചും പറഞ്ഞു. ജ്ഞാനമാണ് ശ്രേഷ്ഠം എന്ന് വെച്ചാല് അതാണ് പിന്നെ സന്യാസത്തിൽ കൂടെ, പിന്നെ എന്തിനാ നമ്മൾ ഈ കർമ്മം ചെയ്യുന്നത്. അപ്പം അതും ആ പാട്ട് കൺഫ്യൂഷൻ. ആൾറെഡി അർജുനൻ തളർന്നിരിക്കുക, ഒരു പ്രതിസന്ധി ഘട്ടത്തില. നമുക്കായാലും ഈ ദുരിത ഘട്ടങ്ങൾ വരുമ്പോൾ പെട്ടെന്നൊരു അത്യാഘാതങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ പെട്ടെന്നൊക്കെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യണം, ആരെങ്കിലും ഒക്കെ എന്താ നമുക്ക് ഒന്നും ഒരു ക്ലാരിറ്റി വരത്തില്ല എന്ന് പറഞ്ഞ പോലെ അർജുനന്റെ അവസ്ഥ എങ്ങനെയായിരുന്നു. അതുകൊണ്ട് ഈ പറഞ്ഞതൊക്കെ ഒരുമാതിരിയൊക്കെ വേണമെങ്കിലും അത് ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല. പ്രവൃത്തി മാർഗമോ നിവൃത്തി മാർഗമോ കൂടുതൽ സ്വീകാര്യം എന്നതിനെ പറ്റി ഇന്നത്തെ പോലെ തന്നെ അന്നും ഒട്ടേറെ ആശയക്കുഴപ്പം നിലനിന്നിരുന്നു. പ്രവൃത്തി മാർഗവും നിവൃത്തി മാർഗവും. പ്രവൃത്തി മാർഗം എന്ന് വെച്ചാൽ എന്തുവാ, നമ്മൾ കർമ്മം കൊണ്ട്. നിവൃത്തി മാർഗം എന്തുവാ, നമ്മൾ ഈ കർമ്മം ഈ ലോകത്തിലോട്ട് വ്യവഹരിക്കുന്നതാണ് പ്രവൃത്തി മാർഗം. ഈ ലോകത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്നത് അത് പ്രവൃത്തി മാർഗമാണ്. നിവൃത്തി മാർഗമോ നമ്മൾ നിന്നെല്ലാം നിവർത്തിക്കുകയാണ്. ഇതിൽ നിന്നെല്ലാം നമ്മള് ഉയരണം, ഇതിൽ നിന്നെല്ലാം ഫ്രീ ആകണം. ഈ ബന്ധങ്ങളും ബന്ധനങ്ങളിൽ നമ്മൾ ഫ്രീ ആണ്. നിവർത്തിക്കുക എന്ന് വെച്ചാൽ എന്തുവാ, നമ്മൾ അതിനെല്ലാം നമ്മൾ സ്വതന്ത്രരാവുക. നിവൃത്തി മാർഗമോ കൂടുതൽ സ്വീകാര്യം എന്നതിനെ പറ്റി ഇന്നത്തെ പോലെ തന്നെ അന്നും ഒട്ടേറെ ആശയക്കുഴപ്പം നിലനിന്നിരുന്നു. ലോകത്തിലെ മഹത്തായ മതഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ ധാർമ്മിക ജീവിതത്തിന്റെ ആചാരപരവും ജ്ഞാനപരവുമായ വശങ്ങളെക്കുറിച്ചും ആത്യന്തികമായ ആത്മസാക്ഷാത്കാരത്തെയും കുറിച്ചുള്ള ചർച്ചകൾ കാണാം. മനുഷ്യവർഗത്തിന്റെ നീണ്ടകാലത്തെ ചരിത്രത്തിലൂടെ നോക്കുമ്പോഴും ചില ഘട്ടങ്ങളിൽ കർമ്മമാർഗവും മറ്റു ചിലപ്പോൾ ജ്ഞാനമാർഗവും പ്രകീർത്തിക്കപ്പെടുന്നതായും അംഗീകരിക്കപ്പെടുന്നതായും കാണാം. ഇത് അധ്യേതാക്കളിൽ അതിയായ ആശയക്കുഴപ്പമുണ്ടാകുന്നു. ഓരോ യുഗം അനുസരിച്ച് ഓരോ യുഗധർമ്മമുണ്ട്. ഇപ്പം ഈ കലികാലത്തിലെ കർമ്മയോഗമാണ്. ഈ ഇപ്പം ഓരോ സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. അപ്പൊ ഈ നമുക്കറിയാം സത്യയുഗം എന്ന് വെച്ചാല് അത് എന്തുകൊണ്ടാ സത്യയുഗം എന്ന് പറഞ്ഞാൽ അവിടെ അന്ന് സത്യം നിലനിന്ന ഒരു കാലഘട്ടം, ഒരു യുഗമാണ് സത്യയുഗത്തില്. അവിടെ അത് ഈ സത്യത്തിനായിരുന്നു ഇമ്പോർട്ടൻസ്, അതിനാണ് പ്രാമുഖ്യം. എല്ലാവരും അതിലായിരുന്നു. അതാ സത്യയുഗം, കൃതയുഗം. നമുക്കറിയാമല്ലോ ഇപ്പം കലികാലത്തിൽ സത്യത്തിന് വല്ല വിലയുണ്ടോ? അപ്പൊ ആ രീതി. പക്ഷെ എന്നും സത്യം നിലനിൽക്കുന്നു, പക്ഷെ അതിന്റെ പ്രാവർത്തികമായ ഫലത്തിൽ ആൾക്കാരുടെ മനോഭാവത്തിൽ അതില്ല. പക്ഷെ അന്നത്തെ എല്ലാ ജീവിതാലയങ്ങളിലും ആ സത്യമാർഗം അതൊരു അവരുടെ നിഷ്ഠയായിരുന്നു. അതിന്റെ ചുതി ഉണ്ടാവുക ഓരോ യുഗത്തിൽ കൂടെ വരുമ്പോഴത്തേക്ക്. ത്രേതായുഗത്തിൽ അതിന്റെ ആദ്യം കുറച്ച് കുറഞ്ഞു, ദ്വാപരയുഗത്തിൽ കുറച്ചും കൂടെ ആയി, കലിയുഗത്തിൽ ഒട്ടുമില്ല, അത് നാശത്തിലോട്ട്. അത് അവസാനം ഇത് എന്തുവാ, പ്രളയത്തിലോട്ട് പോവാ. കാരണം ഈ സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, പിന്നെ ഈ പ്രപഞ്ചം അങ്ങില്ല.
ഡിസോൾവ് ആകും. ഇവിടെ ഒന്നും ഇല്ലാതാകും, പരമാത്മ ചൈതന്യം മാത്രം. പിന്നെയും തുടങ്ങും ഇത് ആദ്യം തൊട്ട്. ഈ സത്യയുഗം, ഇതേപോലെ 4 യുഗം, ചതുർയുഗങ്ങൾ. ഇതിപ്പം നടക്കുന്നത് 22ാമത്തെ ചതുർയുഗം എന്നാ പറയുന്നത്. എത്രയോ ചതുർയുഗങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ നാലോചിച്ച് നോക്കി, ഈ പ്രപഞ്ചത്തിന്റെയൊക്കെ വ്യാപ്തിയും അതിന്റെ ഒരു നിലനിൽപ്പും സമയത്തിനെ കുറിച്ചൊക്കെ ഉള്ളത്. ഓരോ യുഗങ്ങളും ഇത്രയും ലക്ഷം വർഷങ്ങളുണ്ട്. ഇപ്പൊ തന്നെ കലിയുഗം ആരംഭിച്ചിട്ട് തന്നെ ഏതോ 1,50,000 അങ്ങനെ ഒരു കണക്ക് പറയുന്നുണ്ട്. ഇപ്പൊ ഒരു 5,000 വർഷമേ ആയിട്ടുള്ളൂ കലിയുഗം ആരംഭിച്ചിട്ട്. അപ്പോ ഇനി എത്രയോ വർഷങ്ങൾ നടക്കുന്നു. ഈ യുഗത്തിന്റെ അവസാനം ഇതങ്ങ് ലയിക്കുക, പ്രളയം എല്ലാം അത് ആ പരമാത്മ ചൈതന്യത്തിൽ ലയിക്കും. പിന്നെയും ഇത് ആവിർഭവിക്കും സത്യയുഗത്തിൽ. അപ്പൊ ഈ ഒരു ഇതിനെ നമുക്ക് ബുദ്ധിയിലൊന്നും ഇതിനെ ഇമാജിൻ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് നമുക്ക് നമ്മുടെ ചെറിയ ബുദ്ധിയിൽ ഇതിനെ ഒന്നും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അപ്പം ഓരോ നമ്മളെ ഈ ജീവിതത്തിന്റെ ഇപ്പൊ ഈ കലികാലത്തില് നമ്മളൊക്കെ നമ്മുടെ ജീവിത ലക്ഷ്യം തന്നെ നമ്മൾ അറിയാതെ ജീവിക്കുക. എത്രയോ പേര് ഈ കലിയുഗത്തിലെ ആത്മസാക്ഷാത്കാരത്തിനോട് അടുത്ത് ജനിച്ചവരുണ്ട്. ഈ ശങ്കരാചാര്യരൊക്കെ 8ാമത്തെ വയസ്സ് തൊട്ട് ഈ ഇതിലോട്ട് വന്നവരാ. അങ്ങനെ 32ാമത്തെ 38ാമത്തെ വയസ്സ് ശങ്കരാചാര്യ മരിക്കുമ്പോൾ ജ്ഞാനിയായിട്ട് ആത്മസാക്ഷാത്കാരം കിട്ടിപ്പെടുന്നില്ല. പറഞ്ഞു സർവജ്ഞപീഠം കയറി ശങ്കരാചാര്യൻ. എന്തുവാ സർവജ്ഞപീഠം? എന്തുവാ? ആത്മസാക്ഷാത്കാരം കിട്ടിയതാ. അപ്പം അതിനോട് അങ്ങനെയുള്ളവരൊക്കെ അങ്ങനെ ആ കഴിഞ്ഞ ജന്മത്തിലെല്ലാം കർമ്മയോഗവും ഇതെല്ലാം കഴിഞ്ഞവരാണ്. പിന്നെ ഈ ജന്മത്തിൽ വന്ന് അത് ആത്മസാക്ഷാത്കാരം കിട്ടുന്നവര് അത് അപൂർവമായിട്ടേ ഒക്കത്തുള്ളൂ. പക്ഷെ ഇതിന്റെ എല്ലാ ജീവികളും, മനുഷ്യജീവികളെല്ലാരും ഓരോ അവരവരുടെ മാനസിക തലത്തിൽ ഓരോരുത്തരും ഓരോ ലെവലില് സംസ്കാരം നമുക്കറിയാം, അത് നമുക്ക് അനുഭവമാണല്ലോ. എല്ലാവരുടെയും നമ്മുടെ ചുറ്റുപാടും നമ്മൾ കാണുന്നവരെല്ലാം എല്ലാവരുടെയും സംസ്കാരം ഒരേപോലാണോ? ചിലരുടെ വളരെ താഴ്ന്ന സംസ്കാരം, ചിലരുടെ നല്ല ഉയർന്ന സംസ്കാരം. അതിന്റെ കുടുംബമഹിമ അനുസരിച്ച് മാത്രമല്ല, എത്രയോ ഇതൊക്കെ ഓരോ മനുഷ്യനിലും അത് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമ്മളെല്ലാവരും ഓരോ തലത്തിലാണ്. അപ്പൊ എല്ലാവർക്കും ഒരേ ഇത് മാർഗം തന്നെ ഒക്കത്തില്ല, ഓരോരുത്തരുടെയും രീതി അനുസരിച്ച്. പക്ഷേ ഈ സത്യത്തിനെ ഉൾക്കൊണ്ടേണ്ട ധർമ്മത്തിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഓരോ സ്വഭാവത്തിനനുസരിച്ചാണ് ധർമ്മം. ഓരോരുത്തരുടെയും സിറ്റുവേഷൻ അനുസരിച്ചാണ് ധർമ്മം. പക്ഷെ കോർ ഇത് മാറത്തില്ല. നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് അതിന് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ധർമ്മത്തിനെ കോമൺ ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത് അഹന്ത മമത ഇല്ലാതെ ചെയ്യുന്ന ഏത് കർമ്മവും ധർമ്മമാണ്. അഹന്തയും പക്ഷെ വെളിയിൽ നിന്നുള്ള ആൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവത്തില്ല, ഇയാൾ കാണിക്കുന്നത് തെറ്റാന്ന് നമുക്ക് തോന്നും, അധർമ്മമാണെന്ന് തോന്നും. ഞാനൊരു ഒരു പേഴ്സൻറ്റേജ് പോലും സ്വാർത്ഥ താല്പര്യമില്ലാതെ എത്ര കർമ്മങ്ങൾ ചെയ്യാം, അതിലാണ് ധർമ്മം. അല്ലാതെ നമ്മൾ ഈ പ്രകടമായി കാണുന്നതിൽ മാത്രം നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. ആരെയും അങ്ങനെ നമുക്ക് ഇവിടെ ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. കർമ്മത്തിൽ അധിഷ്ഠിതമായി നമുക്ക് ചെയ്യാൻ വെച്ചാല് ഞാനെന്ന ഭാവം ഇല്ലാതെ ചെയ്യുന്ന അതിനെ ഒരു പറക്കോട് NV നമ്പ്യാർ സാറും പറഞ്ഞിട്ട് സാറ് വന്ന് ഗീത പഠിപ്പിക്കുമായിരുന്നു. ആ സാറ് പറഞ്ഞതാ മരിക്കുന്നതിന് മുമ്പ് കുറച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത്. ഇപ്പൊ മരിച്ചു, 90 വയസ്സിലാണ് മരിച്ചതൊക്കെ. അപ്പൊ സാറിനൊരു എക്സാമ്പിൾ പറഞ്ഞതാ. നമ്മുടെ വീട്ടിൽ ഒരു ജോലിക്കാരൻ നിന്ന് ജോലി ചെയ്യുന്നു. എന്തെങ്കിലും പെട്ടെന്ന് ഒരു അത്യാഹിതം ഉണ്ടാവുന്നു, ഒന്നീ എവിടുന്ന് വീണോ പെരയുടെ മെള്ളുന്നോ അല്ലെങ്കിൽ തെങ്ങിന്നോ എല്ലാം വീണ് എന്തെങ്കിലും പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലെങ്കിൽ മരിച്ചു പോകും. ആ രീതിയിൽ ഒരു അത്യാഹിതം പെട്ടെന്ന് സംഭവിക്കുമ്പോൾ നമ്മള് പുള്ളിയെ കൊണ്ട് നമ്മള് ഹോസ്പിറ്റലിൽ പോകുന്നു. ആ ഹോസ്പിറ്റലിൽ പോയി എല്ലാം ഡോക്ടറുടെ ഉള്ളിൽ പോയി എല്ലാം ട്രീറ്റ്മെന്റ് തുടങ്ങി. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്, ഞാൻ വന്നിരിക്കുന്ന വേഷം വീട്ടിലൊരു തോർത്തുമുണ്ട് കൊടുത്തോണ്ട് നിൽക്കുക. സാറ് പറഞ്ഞ ഒരു സംഗതിയാണ്, തോർത്തുമുണ്ട് കൊടുത്തോണ്ട്. നമ്മൾ നോക്കുമ്പോ ഞാൻ തോർത്തുമുണ്ട് കൊടുത്തോണ്ടാ വന്നിരിക്കുന്നത്, നമുക്കൊരു അപ്പോഴും തോന്നല്. അതുവരെ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. അപ്പൊ നമ്മൾ ആ ഒരു കർമ്മം ചെയ്തു, ആ ജോലിക്കാരനെ എടുത്തോണ്ട് ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്നു. പക്ഷെ അപ്പം എന്നെ കുറിച്ച് ഞാൻ ചിന്തിച്ചില്ല. അപ്പൊ ഞാനേ എൻ്റെ എന്നുള്ളൊരു ഭാവം ഇല്ലാതെ വന്ന ഒരു കർമ്മമാണ് അത്. ഹോസ്പിറ്റലിൽ വന്നെല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ നിൽക്കുമ്പോഴാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്, ഞാൻ വീട്ടിൽ ഉടുത്തിരുന്ന മുണ്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ വിഷട്ട് പോകാറില്ല വെളിയില്. പക്ഷെ ഞാൻ ആ കർമ്മം ചെയ്യുമ്പോൾ ഞാനെന്ന ഭാവം ഇല്ലാതെ ചെയ്യുന്നു. ഇതാണ് നമുക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ. ഈ ധർമ്മം എന്താണെന്ന് പറഞ്ഞാൽ ഞാന് എൻ്റെ എന്നുള്ളൊരു ഭാവം ഇല്ലാതെ ചെയ്യുന്ന. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, രാവിലെ നമ്മളൊരു കാപ്പി ഉണ്ടാക്കുന്നു, അത് ധർമ്മത്തിലും ചെയ്യാം അധർമ്മത്തിലും ചെയ്യാം. നമുക്ക് തോന്നും എന്തുവാ ഇത്, അതാ പറഞ്ഞു ഞാൻ രാവിലെ ഉണർന്നപ്പോ തൊട്ട്
ഉറങ്ങുന്നത് വരെ ഞാൻ എത്രയോ കർമ്മങ്ങൾ ചെയ്യുന്നു, ചെറുതും വലുതുമായിട്ടുള്ളത്. അതെല്ലാം എനിക്ക് ധർമ്മം എന്ന് പറഞ്ഞാൽ നമ്മളെ തെറ്റിദ്ധരിക്കരുത്. ഏതോ നമ്മൾ ദാനം കൊടുക്കുന്നതോ ഏതോ വലിയ വലിയ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്ന ഇതാണ് ധർമ്മം എന്ന് വിചാരിക്കരുത്. എന്റെ മനസ്സിന്റെ ഭാവമാണ് ധർമ്മത്തിന്റെ ആധാരം. എന്റെ മനസ്സിന്റെ ഭാവമാണ്. ഞാൻ ഒരാൾക്ക് ഒരു ദാനം കൊടുക്കുന്നു, എല്ലാവരുടെ മുമ്പിൽ ഞാൻ ദാനം, അങ്ങനെ എത്രയോ നമ്മൾ എന്റെ പേഴ്സണിന്റെ അടുത്തൊരു പൈസ ഒരാൾക്ക് കൊടുക്കുന്നത് ദാനമാവത്തില്ല. അതിന്റെ പുറകിലുള്ള എന്റെ മനോഭാവമാണ് അതിനെ ദാനമാക്കുന്നത്. ഇതിനകത്ത് പറയും, ഗീതയിൽ അവസാനം പറയും ഇതൊക്കെ. പാത്രേദാനം, പാത്രം അറിഞ്ഞു കൊടുക്കണം. അല്ലാതെ നമ്മള് അർഹതപ്പെടാത്തവർക്ക് ദാനം കൊടുക്കുന്നത് ദാനമാകത്തില്ല. നമ്മൾ ഇന്ന് എത്ര പേര് കളിപ്പിച്ചിട്ട് പോകുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് ദാനം ചെയ്യാണ്. അപ്പോ എന്റെ ഏത് കർമ്മത്തിന്റെയും പുറയിലുള്ള ഭാവമാണ് അതിനെ ആ കർമ്മമാക്കുന്നത്. അല്ലാതെ ഞാൻ കയ്യും കാലും കൊണ്ട് ചെയ്യുന്നതെല്ലാം കർമ്മമാവുന്നില്ല. അതൊക്കെ വെച്ചാൽ അത് യോഗത്തിൽ ചെയ്യണം. ആ ദാനവും ഇതെല്ലാം നമ്മൾ ഇങ്ങനെ പുണ്യത്തിന് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യോ, പുണ്യം കിട്ടണം, ഇതൊക്കെ അല്ലെങ്കിൽ എനിക്ക് പാപം ഉണ്ടാവും. നമ്മൾ പുണ്യത്തിന് വേണ്ടി കർമ്മം ചെയ്താൽ പോലും അത് പുണ്യമാകത്തില്ല. അതിന്റെ ഭാവം സ്വാർത്ഥ താല്പര്യമാണ്. നിസ്വാർത്ഥമായി എല്ലാം ചെയ്യണം. ഞാൻ പുണ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഓരോ കർമ്മങ്ങൾ ചെയ്തെന്ന് വെച്ചുകൊണ്ട് അതിന് പുണ്യമാകത്തില്ല. ആ ഓരോന്നിന്റെയും പുറകിലുള്ള മനോഭാവമാണ്, ഭാവമാണ് അതിനെ കർമ്മമാക്കുന്നത്. അതാ ഞാൻ എൻ്റെ എന്നുള്ള ഭാവമില്ലാതെ ചെയ്യുന്ന ഏത് കർമ്മവും ധർമ്മമാണ്. അതുകൊണ്ട് ലോകത്തിലെ മഹത്തായ മതഗ്രന്ഥങ്ങളെല്ലാം തന്നെ ധാർമ്മിക ജീവിതത്തിന്റെ ആചാരപരവും ധ്യാനപരവുമായ ആചാരപരവും ധ്യാനപരവുമായ വശങ്ങളെക്കുറിച്ചും അത്യധികമായ ആത്മസാക്ഷാത്കാരത്തെ കുറിച്ചുള്ള ചർച്ചകൾ കാണാം. ഞാൻ പറഞ്ഞു, ഇവിടെ രണ്ട് തരക്കാരുണ്ട്. ജന്മനാ ഈ കർമ്മയോഗം കഴിഞ്ഞെല്ലാം കഴിഞ്ഞ ജന്മത്തിൽ കർമ്മയോഗത്തെ എല്ലാം കഴിഞ്ഞ് ചിത്തശുദ്ധി വന്നവർ വന്ന് ജനിക്കൂടെ. അവരുടെ ഭാവം വേറൊരു ഭാവമാണ്. നമ്മൾ സാധാരണ വാസനാ കർമ്മം പോലെ ആയിരിക്കത്തില്ല. അവരെല്ലാം ആദ്യം പോലെ നിഷ്കാമ കർമ്മത്തിലോട്ടാ പോകുന്നത്. നമ്മൾ ഈ വാസനകൾ ഉണ്ടെങ്കിലോ അത് സകാമമാ. എന്റെ ആഗ്രഹം നിവൃത്തിക്കായിട്ടാണ് ഞാൻ കർമ്മം ചെയ്യുന്നത്. ആ പീരീഡ് എല്ലാം കഴിഞ്ഞിട്ട് ജനിച്ചവരുണ്ട്. അപ്പൊ അവരെല്ലാം ഈ ലോക സംഗ്രഹാർത്ഥമാണ് അവരുടെയൊക്കെ. ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ആയിരിക്കും അവർ പിന്നെ അവരുടെ പ്രവർത്തനം. എത്രയോ പേരങ്ങനെ ഉണ്ട്. ബാല്യം കഴിഞ്ഞിട്ട് തന്നെ ഇതിലോട്ട് ടോട്ടൽ സമർപ്പണമായിട്ട് ജീവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. നമുക്കറിയാം. വെറും ഷോയ്ക്കുള്ളവരെ കുറിച്ചല്ലേ പറയുന്നത്. ആത്മാർത്ഥമായി നമുക്ക് ട്രൂ ആയിട്ട് ഇരിക്കുന്നവർ എത്രയോ ആൾക്കാരുണ്ട്. പക്ഷെ അതൊക്കെ വളരെ വിരളമാണെന്നർത്ഥം. പക്ഷെ അവരങ്ങനെ ജീവിക്കുന്നുണ്ട്. അപ്പൊ അവരാണ് ധ്യാനപരന്മാർ. അവർക്ക് തിരിച്ചും ഇല്ല, ആഗ്രഹങ്ങളില്ല. അവർക്ക് എന്തോ ആഗ്രഹങ്ങള്, ഓരോന്ന് ജീവിതത്തിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ആഗ്രഹങ്ങളില്ല. അവർ ഈ ലോക സംഗ്രഹത്തിന് വേണ്ടി വെച്ചാൽ ലോക നന്മയ്ക്ക് വേണ്ടി അവർ സിൻസിയറായിട്ട് പ്രവർത്തിക്കുന്നു. അതിനുവേണ്ടി ജീവിതം ഡെഡിക്കേറ്റ് ചെയ്തവർ. സോ അതാണ് ധ്യാനപരമായ ആചാരപരവും ധ്യാനപരവുമായ വശങ്ങളെയും ആത്യന്തികമായ ആത്മസാക്ഷാത്കാരത്തെയും കുറിച്ചുള്ള ചർച്ചകൾ കാണാം. മനുഷ്യവർഗത്തിന്റെ നീണ്ടകാലത്തെ ചരിത്രത്തിലൂടെ നോക്കുമ്പോഴും ചില ഘട്ടങ്ങളിൽ കർമ്മമാർഗവും മറ്റു ചിലപ്പോൾ ജ്ഞാനമാർഗവും പ്രകീർത്തിക്കപ്പെടുന്നതായും അംഗീകരിക്കപ്പെടുന്നതായും കാണാം. ഇത് ആധ്യേതാക്കളിൽ അതിയായ ആശയക്കുഴപ്പമുണ്ടാകുന്നു. കർമ്മയോഗവും ജ്ഞാനയോഗവും വാസ്തവത്തിൽ പരസ്പര വിരുദ്ധങ്ങളല്ല, പരിപൂരകങ്ങളാണ്. എന്നുവെച്ചാൽ ഒന്ന് കഴിഞ്ഞിട്ട് വരേണ്ടതാണ് മറ്റേത്. അനുക്രമം പരിശീലിക്കപ്പെടേണ്ടവയാണ്. അനാസക്തിയോടെ ചെയ്യപ്പെടുന്ന കർമ്മങ്ങൾ വാസനാമാലിന്യങ്ങളകറ്റി മനസ്സിനെ ശുദ്ധമാക്കുന്നു. അങ്ങനെ ധ്യാനത്തിന്റെ സൂക്ഷ്മ മേഖലയിലേക്ക് ഉയരുവാനും അതീന്ദ്രിയമായ ആത്മാനുഭൂതി കൈവരിക്കുവാനും അതിനെ സമർത്ഥമാക്കുന്നു. നമ്മൾ കർമ്മയോഗത്തിൽ കൂടെ എന്താ നമ്മൾ കർമ്മയോഗത്തിൽ കൂടെ നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വാസനകളെ നിർമ്മാർജ്ജനം ചെയ്യുകയും പുതിയ വാസന ഉണ്ടാകാതിരിക്കുകയും ചെയ്യും. ഇങ്ങനെ കർമ്മയോഗം വഴി നമ്മൾ ജീവിതം ഈ ഗൃഹശാസ്ത്ര കർമ്മം ഈ രീതിയിൽ കർമ്മയോഗത്തിൽ കൂടെ നമ്മുടെ ആഗ്രഹ നിവൃത്തി വരികയും ചെയ്യും. പുതിയ ആഗ്രഹങ്ങൾ ഉണ്ടാവത്തുമില്ല, ഉള്ള ആഗ്രഹങ്ങൾ ഇല്ലാതാകുകയും ചെയ്യും. അപ്പം ഇങ്ങനെ ആയി വരും. ഇങ്ങനെ ക്രമേണ ഇതിന് ചെയ്ത് പരിശീലിച്ച് അത് അവസാനം ചിത്തശുദ്ധി വരും. നമ്മൾ പൂർണ്ണമായ ഒരു സമചിത്തതയിലോട്ട് വരും. സമചിത്തത എന്ന് പറഞ്ഞാൽ എന്താ? സുഖവും ദുഃഖവും, വിജയവും പരാജയവും, ലാഭവും നഷ്ടവും നമുക്കെല്ലാം തുല്യ നിലയിൽ കാണാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ തുല്യ നിലയിലാണെന്നോ രണ്ടിനെയും കാണുന്നേ? അല്ല. നമ്മളിപ്പോ സമചിത്താവസ്ഥയെ നമ്മൾ കൈവരിച്ചിട്ടില്ല. അതിന് പരിശീലിക്കണം. മറ്റ് സംസ്കാരങ്ങളിൽപ്പെട്ടവർക്ക് ഹിന്ദുധർമ്മത്തെ മനസ്സിലാക്കുവാൻ വളരെ പ്രയാസമുണ്ട്. പരമപദത്തെ ചൂണ്ടിക്കാട്ടുന്ന വൈവിധ്യം മുറ്റിയ ഇത്രയേറെ മാർഗങ്ങളും പരസ്പര വിരുദ്ധമെന്ന് തോന്നുന്ന നിർദ്ദേശങ്ങളും അവരെ അമ്പരിപ്പിക്കുന്നു.
അതാ നമുക്ക് ചോദിക്കും, ഹിന്ദു മതത്തിലാണ് എന്തെല്ലാം തരത്തിലുള്ള രീതികളാവും. നമുക്ക് ഭയങ്കര നമുക്ക് വെളിയിൽ നിന്ന് കാണുന്നവർക്കോ ഇതിന്റെ ഒന്നും കാര്യം മനസ്സിലാവത്തില്ല. അയ്യോ ഇതെന്തോ കാണിക്കുന്നേ. അവര് ക്രിട്ടിസൈസ് ചെയ്യാൻ ഭയങ്കര സാധ്യതയുള്ള ഒരു മതമാണ് ഹിന്ദു മതം. കാരണം അത്രയേറെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട്, കൺസെപ്റ്റുകളും ഉണ്ട്. അതിന്റെ കാര്യത്തെ കുറിച്ച് പറയാം. പരമപദത്തെ ചൂണ്ടിക്കാണിക്കുന്ന വൈവിധ്യം മുറ്റ ഇത്രയേറെ മാർഗങ്ങളും പരസ്പര വിരുദ്ധമെന്ന് തോന്നുന്ന നിർദ്ദേശങ്ങളും അവരെ അമ്പരിപ്പിക്കുന്നു. ഇക്കാരണം കൊണ്ട് മാത്രം ഹിന്ദുമതത്തെ അശാസ്ത്രീയമെന്ന് പറയുന്നത് ഏറ്റവും തെറ്റായിരിക്കും. ഇപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഇപ്പൊ നമ്മുടെ കുട്ടികൾക്കൊന്നും ഇങ്ങനെയൊക്കെ മറ്റു മതക്കാർ നമ്മുടെ മതങ്ങളെ, ദൈവങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെയൊക്കെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ ഇതിനെയൊന്നും വിസ്റ്റാൻഡ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഇതിനെയൊക്കെ മനസ്സിലായി നമുക്ക് പ്രതികരിക്കാനല്ല, അതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. അറിയാമെങ്കിലല്ലയോ നമ്മൾ പ്രതികരിക്കുന്നത്. അങ്ങനല്ല, ഇതാണ് ഇതിന്റെ നമുക്കൊന്നും അറിയത്തില്ല. അപ്പം ശരിക്കും ക്രിട്ടിസൈസ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു മതമാണിത്. അത് എന്റെ അശാസ്ത്രീയത കൊണ്ടല്ല, ശാസ്ത്രീയ വശങ്ങൾ നമുക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ്. ഇക്കാരണം കൊണ്ട് മാത്രം ഹിന്ദുമതത്തെ അശാസ്ത്രീയമെന്ന് പറയുന്നത് ഏറ്റവും തെറ്റായിരിക്കും, പരിഹാസ്യമായിരിക്കും. ഒരു ഡോക്ടർ ഓരോ രോഗിക്കും വെവ്വേറെ മരുന്നുകൾ നിർദ്ദേശിക്കുന്നത് കൊണ്ട് വൈദ്യം ശാസ്ത്രമല്ലെന്ന് പറയുന്ന പോലെ എത്ര പരമാർത്ഥമല്ലയോ. എല്ലാ രോഗികൾക്കും ഒരു രീതിയിലുള്ള ചികിത്സാ രീതിയാണോ കൊടുക്കുന്നത്, മരുന്നാണോ കൊടുക്കുന്നത്? ഓരോ ആൾക്കാരുടെയും രോഗത്തിന്റെ അനുസരിച്ചും ആ ശരീരത്തിന്റെയും രോഗത്തിന്റെയും നിലയനുസരിച്ചുള്ള ഓരോ വിധികളാണ് ഓരോ രോഗിക്ക് കൊടുക്കുന്നത്. അപ്പൊ അത് ശാസ്ത്രമല്ലേ? ഇതേപോലെ തന്നെയാണ് ഹിന്ദുമതവും. അതേസമയത്ത് ബാക്കി സെമിറ്റിക് മതങ്ങളോ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരേ അങ്ങനെ ഒക്കത്തില്ല. കാരണം എല്ലാവരും വ്യത്യസ്ത സംസ്കാരമുള്ളവരാ. അതാണ് പറഞ്ഞത്, ഈ ശാസ്ത്രീയം നമ്മളിതിനെയൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കും. നമ്മൾ ഇതിനെയൊന്നും മനസ്സിലാക്കാത്തതുകൊണ്ട് ആരെങ്കിലും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ, നമ്മുടെ ഇതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ നമുക്ക് അറിയത്തില്ല. കാരണം ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് അറിയത്തില്ല, ശാസ്ത്രീയത അറിയത്തില്ല, ഗ്രന്ഥങ്ങൾ പഠിച്ചിട്ടില്ല, നമ്മുടെ കോമൺ സെൻസിൽ നിന്ന് കിട്ടുന്നതല്ല ഇതൊക്കെ. അപ്പം ഇതാണ് ഇതിന്റെ ഒരു ശരിക്കുള്ള ഒരു ഓരോ രോഗിക്കും ഓരോരോ ഇതിലെ ചികിത്സാ രീതി പോലാണ് ഈ ആത്മീയത. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ ഓരോരുത്തരും ഇതിനെക്കുറിച്ച് നിരന്തരം ചിന്തിച്ച് ഈ ശാസ്ത്രങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന അതേ ഡയറക്ഷനിൽ തെറ്റായി ധരിക്കരുത്. ആ രീതിയിൽ ഇതിനെ നിരന്തരം ചിന്തിച്ച് മനനം ചെയ്ത് ഉറപ്പിക്കണതിന്. ആ ഉറപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ എല്ലാം അതിജീവിക്കും. കാരണം നമ്മുടെ ഇപ്പൊ ഇവിടുത്തെ വൈവിധ്യങ്ങളുണ്ടല്ലോ, ഈ വൈവിധ്യത്തിൽ നിന്നെല്ലാം നമ്മുടെ മനസ്സ് മാറും. വൈവിധ്യം വേണം, ഈ ലോകം വൈവിധ്യമുള്ളത്. പക്ഷേ ഞാൻ വന്നേക്കുന്നത് ഏകമായ പരമാത്മാവിൽ നിന്നാണ്. ഈ വൈവിധ്യങ്ങളില്ല അവിടെ. വൈവിധ്യങ്ങൾ എന്തുകൊണ്ട് തോന്നുന്നു എനിക്ക്? ഓരോരുത്തരുടെയും വാസനകൾ കൊണ്ട് തോന്നുന്നു. നമ്മളെല്ലാം പരസ്പരം വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഓരോരുത്തരുടെയും വാസനയും സംസ്കാരവും സ്വഭാവമൊക്കെ, സംസ്കാരം അല്ലെങ്കിൽ സ്വഭാവം അല്ലെങ്കിൽ വാസന, ഇതെല്ലാം വ്യത്യസ്ത ഓരോരുത്തരുടെയും. അതുകൊണ്ടാണ് നമ്മളെല്ലാം വ്യത്യസ്തരായിരിക്കുന്നത്. ഈ വാസനകൾ മാറിയാലോ എല്ലാവരും ഒന്നിന്റെ അംശമാണ്, ഈശ്വരന്റെ അംശമാണ്. അതാണ് നമ്മൾ സാക്ഷാത്കരിക്കേണ്ടത്. ആധ്യാത്മിക സാധകരിൽ 2 തരക്കാരുണ്ട്, കർമ്മപരന്മാർ, ധ്യാനപരന്മാർ. സ്വതേ ഭിന്ന പ്രകൃതികളായ ഈ 2 കൂട്ടരെയും ശ്രേയസിന് ഒരേ മാർഗം തന്നെ നിർദ്ദേശിക്കാനാവില്ല. അങ്ങനെ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു കൂട്ടരെ നിരുത്സാഹപ്പെടുത്താനും അവരുടെ പുരോഗതി തടയാൻ കാരണമായി തീരും. ഗീത ഒരു വെറും ഹിന്ദുമത ഗ്രന്ഥമല്ല, മനുഷ്യന്റെ ആധ്യാത്മിക ശാസ്ത്ര ഗ്രന്ഥമാണ്. അതിന്റെ പ്രയോഗപരത സാർവജനീകമാകുന്നു. അതിനാൽ മുൻപറഞ്ഞ 2 തരക്കാരുടെയും ആത്മവികാസത്തിനായി അവരുടെ മനോബുദ്ധികളുടെ സ്വഭാവത്തിന് യോജിക്കുന്ന മാർഗങ്ങൾ ഗീതയ്ക്ക് നിർദ്ദേശിക്കേണ്ടതുണ്ട്. ഓരോരുത്തരുടെയും മനോഭാവം അനുസരിച്ച്, നമ്മുടെ വന്നേക്കുന്ന ഓരോരുത്തരുടെയും സംസ്കാരം അനുസരിച്ച് രീതികളും ആചാര രീതികളും അനുഷ്ഠാന രീതികളും വ്യത്യസ്തപ്പെടും. ഇവിടെ ഭഗവാൻ വ്യക്തമായി പറയുന്നു, ലോകത്തിൽ ആത്മശ്രേയസിനായി 2 മാർഗങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. ധ്യാനപരന്മാർക്ക് ജ്ഞാനയോഗവും കർമ്മപരന്മാർക്ക് കർമ്മയോഗവും. ഇത് സൃഷ്ടിയുടെ ആരംഭം മുതലേ ഉണ്ടെന്നും പറഞ്ഞിരിക്കുന്നു. അതാ ധ്യാനപരന്മാർക്ക്, നമ്മൾ ഈ കർമ്മയോഗങ്ങളെ കഴിഞ്ഞ് ജനിച്ചവര്, കഴിഞ്ഞ ജന്മത്തിൽ കർമ്മയോഗം എല്ലാം കംപ്ലീറ്റ് ചെയ്തു, പക്ഷെ ആത്മസാക്ഷാത്കാരം കിട്ടിയിട്ടില്ല. അവരിവിടെ ജനിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട് ഇവിടെ. അവർക്ക് ഈ കർമ്മയോഗത്തിന്റെ ആവശ്യമില്ല. അവര് അടുത്ത ജ്ഞാന യോഗത്തിലോട്ട് വരണം. ആ ജ്ഞാനത്തിൽ കൂടെ അവർ ധ്യാനത്തിൽ കൂടെ അവർക്ക് അതാ പറഞ്ഞ, ഇത് കർമ്മയോഗവും അതിനടുത്താണ് ജ്ഞാനയോഗവും. ഇപ്പൊ എനിക്ക് ഞാൻ കർമ്മയോഗം അനുഷ്ഠിക്കുന്നത്, ഞാൻ നേരിട്ടങ്ങ് ജ്ഞാനയോഗത്തിൽ കൂടെ എനിക്ക് ആത്മസാക്ഷാത്കാരം കിട്ടാം, മോക്ഷം കിട്ടാം, അങ്ങനെ നടക്കത്തില്ല. കാരണം നമ്മളെല്ലാവരും വാസനകളിൽ വന്നവരാ, വാസനകൾ നിർമ്മാർജ്ജനം ചെയ്യാതെ. അപ്പൊ അങ്ങനെ ജനിച്ചവരും ഉണ്ട് ഇവിടെ. ഇത് സൃഷ്ടിയുടെ ആരംഭം മുതലേ ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം എന്നാൽ പറയപ്പെട്ടിരിക്കുന്നു പറയുക, ഗീതോപദേശം നൽകുന്നത്
യഥാർത്ഥത്തിൽ ആരാണെന്നതിന്റെ സൂചന ഭഗവാൻ ആദ്യമായി നൽകുന്നത് ഈ ശ്ലോകത്തിലാണ്. അക്കാലത്ത് ജീവിച്ചിരുന്ന ഏതോ ഒരു ദേവകീ പുത്രനായിരുന്നു ഗീതാകാരനെങ്കിൽ വസ്തുസ്ഥിതികളെ ആധാരമാക്കിയുള്ള ഒരു ധൈഷ്ണിക സിദ്ധാന്തം മാത്രമാകുമായിരുന്നു ഗീത. നിരീക്ഷണദത്തമായ വസ്തുതകൾ എപ്പോഴും മാറാൻ സാധ്യതയുണ്ട്. അവ മാറുമ്പോൾ അതിനനുസരിച്ച് അവസാന നിഗമനങ്ങളിലും മാറ്റമുണ്ടായേ തീരൂ. സാമൂഹ്യ സ്ഥിതിയും സാമ്പത്തിക ഘടനയും നിരീക്ഷണദത്തമായ വസ്തുതകളും മാറുകയാൽ കാലഹരണപ്പെട്ടു പോയ രാഷ്ട്രീയവും സാമ്പത്തികവും ഭൗതികവുമായ രാഷ്ട്രീയവും സാമ്പത്തികവും ഭൗതിക ശാസ്ത്ര സംബന്ധവുമായ എണ്ണമറ്റ സിദ്ധാന്തങ്ങളെ നമുക്കറിയാമല്ലോ. കൃഷ്ണൻ സ്വന്തം നിഗമനങ്ങളോ വാചക കസർത്തോ ആയിരുന്നു ഗീതയെങ്കിൽ അതിൽ പ്രതിപാദിച്ച ജീവിത മൂല്യങ്ങൾ എന്നേ ജീർണിച്ച് മണ്ണിടിച്ച് ഇവിടെ നമുക്കറിയാമല്ലോ എന്തെല്ലാം സിദ്ധാന്തങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാം മണ്ണിടിച്ച് എത്രയോ പുതിയ പുതിയ സംസ്കാരത്തിലോട്ട് വന്നിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ സനാതന ധർമ്മം മാത്രം നശിക്കാത്തത്? അത് മൂല്യങ്ങളാ. അത് ആരുടെയും ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ആ ജീവിത രീതി അനുസരിച്ച് ഓരോ സിദ്ധാന്തങ്ങളും പ്രമാണങ്ങളിലൂടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ആ കാലഘട്ടം മാറും, അടുത്ത കാലഘട്ടം വരുമ്പോൾ അതിന് അപ്രസക്തമാവും അത്. അതേസമയത്ത് നമ്മുടെ ഈ സനാതനധർമ്മവും ഏത് കാലത്തും ഇത് സത്യയുഗത്തിലായാലും ത്രേതായുഗത്തിലായാലും ദ്വാപരയുഗത്തിലായാലും കലിയുഗത്തിലായാലും ഈ 4 യുഗങ്ങളിലും ഇത് മൂല്യങ്ങളാണ്. ഇതിന് മാറ്റമില്ല. അതുകൊണ്ടാണ് സനാതന ധർമ്മത്തെ നശിപ്പിക്കാൻ സനാതനം എന്ന് വെച്ചാല് എന്നേക്കുമുള്ളത്, സനാതനം നാശമില്ലാത്ത എന്നേക്കുമുള്ളതാ. അങ്ങനെയുള്ള മൂല്യങ്ങൾ ആരുടെയും ഒരു കുത്തവകാശമല്ല. അത് ഇവിടെ ഈ പ്രപഞ്ച സത്യമാ. അത് ഒരു മനുഷ്യന്റെയും ഉണ്ടാക്കിയതല്ല. ഇവിടെ ഈ സൃഷ്ടി ഇവിടെ ഈ പ്രപഞ്ചം ഈ പരമാത്മാവിൽ നിന്ന് ഈ പ്രപഞ്ചം ഉണ്ടായപ്പോ തന്നെ ആ മൂല്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇതൊന്നും നശിക്കാത്തത്. ഈ മൂല്യത്തിലാണ്, ഈ വാല്യൂസിലാണ് ഈ പ്രപഞ്ചം തന്നെ വർക്ക് ചെയ്യുന്നത്. അതിനെ ഇവിടെ മൂല്യങ്ങളെ ആരും അംഗീകരിച്ചില്ലെങ്കിലും അതിവിടെ നടന്നുകൊണ്ടേയിരിക്കും. എന്റെ അംഗീകാരം അതിന് ആവശ്യമില്ല. കാരണം എന്തല്ല, ആ പ്രിൻസിപ്പിളാണ് ഈ ലോകം തന്നെ വർക്കായിക്കൊണ്ടിരിക്കുന്നത്. അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തില്ല എന്നുള്ള ഒരു പ്രശ്നവും അതിനില്ല. കണ്ടില്ലയോ, സനാതന ധർമ്മം എന്ന് പറഞ്ഞത് ഒഴിക്കേണ്ടതാണെന്നുള്ളൊരു ധാരണയപ്പം. സനാതന ധർമ്മം എന്ന് ഏതോ ഒരു പാർട്ടിക്കാരുടെ ആണെന്നുള്ള രീതിയിലാണ് ഇതെല്ലാം തെറ്റിദ്ധരിക്കും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇതെല്ലാം മൂല്യങ്ങളാണ്. മൂല്യങ്ങൾ ആരുടെയെങ്കിലും ആണോ? മൂല്യമാണ്. അതിനെ നമ്മൾ അഥവാ ഇതിനെ ഒന്നും ഉൾക്കൊള്ളാതെ നമ്മൾ എവിടേക്കോ ഇല്ല പൊട്ടന്മാരെ ആനയെ കാണാൻ പോയ പോലെ അതുപോലെ ആകരുത്. നമ്മൾ ഈ കാര്യങ്ങളെ എല്ലാം വ്യക്തമായി ഗ്രഹിക്കണം. നമ്മൾ ഈ പാരമാർത്ഥ്യ സത്യങ്ങളെ ഗ്രന്ഥങ്ങളിൽ കൂടെ ഗ്രഹിച്ചതെല്ലാം നിരന്തരം ചിന്തിച്ച് മനസ്സിൽ, അതാണ് നമ്മുടെ പ്രയത്നം. അല്ലാതെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഒന്നും പ്രയത്നമല്ല. ആ ശരീരം കൊണ്ട് ചെയ്യുന്നതിൻ്റെയൊക്കെ പുറകിലുള്ള ഭാവം എന്തായിരിക്കണം എന്നുള്ളതാണ് മുഖ്യം. ആ ഭാവം ഇല്ലാതെ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും നിഷ്ഫലമാണ്. അതുകൊണ്ടാണ് പറയുന്ന ഇതിനെ നമ്മൾ നിരന്തരം ചിന്തിച്ച് ഉറപ്പിക്കണം, മനനം ചെയ്തോ. എപ്പോഴും നിരന്തരം നമ്മളിപ്പോ എന്തുവാ, നമുക്ക് വേണ്ടാത്ത ചിന്തകളാ. കഴിഞ്ഞതിനെ കുറിച്ച് ഓർത്ത് ദുഃഖവും, വരാൻ പോകുന്നതിനെ കുറിച്ചുള്ള ഓർത്ത് ഭയവും, പിന്നെ അല്ലെങ്കിൽ സ്വാർത്ഥ ചിന്തകളും, ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ കൊണ്ട്. പക്ഷെ ഇതൊക്കെ ഉപരി എന്റെ ജീവിത ലക്ഷ്യം എന്താണെന്നും എനിക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്നും എങ്ങനെയെങ്കിലും ഇങ്ങ് പോകണം, അധികം കഷ്ടപ്പെടാതെ പോകണം. എങ്ങോട്ടും പോകാനില്ല. നമ്മുടെ ശരീരങ്ങളെ മരിക്കുന്നുള്ളൂ. ഞാനെന്നുള്ള വ്യക്തി ഇല്ലാതാവുന്നില്ല. നമ്മൾ തന്നെ ഈ ജനത്തിൽ നമ്മളിപ്പോ കരുതുന്നത് നമ്മുടെ ജനനത്തിനും നമുക്ക് വരാൻ പോകുന്ന മരണത്തിനിടയ്ക്ക് എത്രയോ ശരീരങ്ങൾ ഞാൻ എടുത്തു കഴിഞ്ഞു. ആ ശരീരങ്ങളാണോ നമ്മളല്ല. ഞാൻ എത്രയോ ശരീരങ്ങൾക്ക് മാറി. അതേപോലെ ഒരു അവസ്ഥയാണ് ഇനി നമ്മൾ ഈ വരാൻ പോകുന്ന മരണത്തിനെ കുറിച്ചും. ആ മരണം കഴിഞ്ഞും എന്റെ വാസനകൾ ഇവിടെ ഉണ്ട്. നമ്മൾ ആർക്കും ആത്മസാക്ഷാത്കാരം കിട്ടിയിട്ടില്ല. ഇനിയും ജന്മം എടുക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ആ ജന്മങ്ങളെ ഉയർന്ന ജന്മമായിരിക്കണം. ഉയർന്ന ജന്മമായിരിക്കണം എന്തുവാ, അതേപോലെ കൺഡ്യൂസീവ് അറ്റ്മോസ്ഫിയറിലും സാഹചര്യത്തിലും ഞാൻ പോയി പിറക്കണം. അല്ലാതെ ഇതേപോലെ ഇന്ന് ഞാൻ ജനിച്ച ആ സിറ്റുവേഷൻ ആയാലും ഇതേ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ആയിരിക്കും. അപ്പൊ എനിക്കൊരു ഉയർന്ന ഇപ്പൊ നമുക്ക് അതിന് മനുഷ്യന് മാത്രമേ നമുക്ക് അതിനുള്ള സാധ്യതയുള്ളൂ. വേറെ ഒരു ജീവജാലങ്ങൾക്കും ഇല്ല. എന്റെ ജന്മത്തിനെ ഉയർത്താൻ എനിക്ക് പരിപൂർണ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ നമ്മൾ ആ സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്നില്ല. നമ്മൾ ഈ അജ്ഞാനത്തിൽപ്പെട്ട്, അറിവില്ലായ്മയിൽപ്പെട്ട്. എന്തിനെ കുറിച്ചുള്ള അറിവില്ലായ്മ? ഞാൻ ആരാണെന്നുള്ള അറിവില്ലായ്മ. ഞാൻ ഈ പരമാത്മാവിന്റെ അംശമാണെന്ന് നമുക്ക് അറിവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ കർമ്മത്തിൽ നമ്മുടെ ആഗ്രഹങ്ങളിൽ പെട്ടുപോകുന്നത്. ആഗ്രഹങ്ങളിൽ പെട്ട് കൂടുതൽ ആഗ്രഹങ്ങൾ വെച്ചാൽ എനിക്ക് ഏതോ
നല്ലത് വരും എന്നുള്ളതാ, എനിക്ക് സമാധാനം വരും എന്നുള്ള തെറ്റിദ്ധാരണയാ ഇതൊക്കെ. അപ്പൊ നമ്മൾ ഇതിനെയൊക്കെ മനസ്സിലാക്കി നിരന്തരം ചിന്തിച്ച് നമ്മൾ കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ നമ്മുടെ ജന്മം ഉയരും. എന്തായാലും നമ്മളിവിടെ ഈ ശരീരം ഉപേക്ഷിച്ചേ പറ്റൂ. നമ്മൾ എത്രയോ ശരീരങ്ങൾ ഉപേക്ഷിച്ചു ഇതുവരെ. ജനിച്ചതിന് ശേഷം നമ്മൾ എത്രയോ ശരീരങ്ങൾ ഉപേക്ഷിച്ചു. നമുക്ക് വല്ല വിഷമം ഉണ്ടായിരുന്നു? നമ്മൾ വല്ലതും വിഷമിച്ചോ അതിനെക്കുറിച്ച്? അയ്യോ, എന്റെ കൊച്ചിലത്തെ എത്രയോ കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള എത്രയോ നല്ല അയ്യോ എനിക്ക് ആ ശരീരം ഇപ്പൊ നമ്മൾ വിഷമിക്കുന്നുണ്ടോ? എന്തിനാ? എനിക്ക് ഉയർച്ച ഉണ്ടായിട്ട് എനിക്ക് ഈ ജീവിതത്തിന്റെ ഈ ഒരു കാലഘട്ടത്തിൽ എനിക്ക് ഉയർച്ചയെ വന്നിട്ടുള്ളൂ. എനിക്ക് അതുകൊണ്ട് ദോഷം വന്നിട്ടില്ല. അതുപോലെ തന്നെയാണ് അടുത്തതും. എനിക്ക് ഈ തകർച്ച വരാതെ ഉയർന്ന ജന്മം വേണമെന്നുണ്ടെങ്കിലോ എന്റെ മനസ്സിന്റെ ഭാവം മാറണം. ഈ വാസനയെ കുരുങ്ങിക്കിടക്കരുത്. അത് മാറിക്കഴിഞ്ഞാൽ എനിക്ക് സ്വസ്ഥതയിലൂടെ എന്റെ ജന്മത്തിന് ഉയർത്താം. പണ്ട് തന്നെ 2 മാർഗങ്ങൾ എന്നാൽ പറയപ്പെട്ടിരിക്കുന്നു. ദ്വിവിധാ നിഷ്ഠ പുരാപ്രോക്തമായ. ഇവിടെ കൃഷ്ണൻ സംസാരിക്കുന്നത് വൃന്ദാവനത്തിലെ ഗോപീലീലനായ ശ്യാമള കോമളൻ എന്ന നിലയ്ക്കല്ല, അക്കാലത്തെ പ്രഗത്ഭനായ ഒരു രാജ്യതന്ത്രജ്ഞൻ എന്ന നിലയിലുമല്ല, ആത്മാനുഭൂതി നേടിയ ബ്രഹ്മജ്ഞന എന്ന നിലയിലാണ്. അർജുനന്റെ സാരഥിയോ സുഹൃത്തോ അല്ല, പാണ്ഡവരുടെ അഭ്യുദയകാംക്ഷിയുമല്ല. ഇപ്പോൾ കൃഷ്ണൻ സ്വസ്വരൂപാനുഭൂതിയുടെ ഉന്നതിയിൽ ആരൂഢനായി അഖില ജഗത ആധാരവും ആദി കാരണവും കാലദേശാതീതവുമായ പരമാത്മാവുമായി അനന്യഭാവം മറന്ന് അവിടുത്തെ അതാ പറഞ്ഞു. എന്നാൽ ചോദിക്കുക വിശേഷം നോക്കി, ആരൂഢനായി സ്വസ്വരൂപ അനുഭൂതിയുടെ ഉന്നതിയിൽ ആരൂഢനായി. എന്തോ സ്വസ്വരൂപ അനുഭൂതി? പരമാത്മ ചൈതന്യമാണെന്നുള്ള ആ അനുഭവത്തിന്റെ ഉന്നതിയിൽ ഇരുന്നു കൊണ്ട് ആരൂഢനായി അഖില ജഗത് ആധാരവും, എല്ലാം ഈ ജഗത്തിന്റെ ആധാരം അതാ. അഖില ജഗത് ആധാരവും ആദി കാരണവും. ആദി കാരണം വെച്ചാൽ ഈ സൃഷ്ടി എവിടുന്ന് വന്നു? പരമാത്മ ചൈതന്യത്തിൽ നിന്നുണ്ടായതാണ് പ്രപഞ്ചവും എല്ലാ ജീവികളും. ആദി കാരണവും കാലദേശാതീതവും. ഒരു കാലം തനിതില്ല. സത്യയുഗമെന്നോ ത്രേതായുഗമെന്നോ ദ്വാപരയുഗമെന്നോ കലിയുഗമൊന്നുമില്ല. കാലത്തിനും ദേശത്തിനും സമയവും സ്ഥലവും ഒന്നും ഇവിടെ ഒരു ഉപാധിയേ അല്ല. കാലദേശാതീതവുമായ പരമാത്മാവുമായി അനന്യഭാവം മറന്ന് ആ പരമാത്മാവുമായ തന്മയീഭാവത്തിലാണ് കൃഷ്ണൻ. കൃഷ്ണൻ ഒരു അവതാരമാണെങ്കിലും ഇപ്പോൾ സംസാരിക്കുന്നത് എങ്ങനെയായിട്ടാണ്? ആ പരമാത്മ ചൈതന്യമായിട്ടുള്ള തന്മയീഭാവത്തിലാണ്, ഏകീകരണത്തിലാണ്. ഇപ്പൊ അങ്ങനെയാണ് പറയുന്നത്. അല്ലാതെ വൃന്ദാവനത്തിലെ അല്ലെങ്കിൽ ദേവകീപുത്രനായ ഒരു കൃഷ്ണന്റെ രീതിയിലല്ല ഈ പറയുന്നത്. ഭാവം മറന്ന് അവിടുന്ന് അസന്നിഗ്ധമായി, ഡൗട്ടില്ലാതെ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. ജ്ഞാനപരന്മാർക്കും കർമ്മപരന്മാർക്കും എന്ന് വെച്ചാൽ ജ്ഞാനപരന്മാരെയാണ് സാഖ്യന്മാർ, ജ്ഞാനികളായിട്ട് ജനിച്ചു ആ ജ്ഞാനത്തിലോട്ട് അടുത്ത് ജനിച്ചവര്. സാഖ്യന്മാർക്കും യോഗികൾക്കും കർമ്മത്തിൽ വാസനാകർമ്മത്തിൽ അധിഷ്ഠിതമായി ജനിച്ചവർക്കും നമ്മളെപ്പോലുള്ളവർ സാഖ്യന്മാർക്കും യോഗികൾക്കും പരമപദപ്രാപ്തിക്കും ഉതകുമാറി ഈ 2 അനുഷ്ഠാന പദ്ധതികളും എന്നാൽ പണ്ടേ ഇത് സൃഷ്ടിയുടെ ആരംഭത്തിലേ പറയപ്പെട്ടുള്ള ഈ 2 കർമ്മങ്ങൾ. കർമ്മയോഗം ലക്ഷ്യത്തിലേക്കുള്ള മാർഗമാണ്, പ്രത്യക്ഷമായല്ല. ജ്ഞാനയോഗത്തിലേക്കുള്ള തയ്യാറെടുപ്പെന്ന നിലയിൽ കർമ്മം ജ്ഞാനത്തിലേക്ക് നയിക്കുന്നു. ജ്ഞാനം അന്യാപേക്ഷയില്ലാതെ നേരിട്ട് ലക്ഷ്യം പ്രാപിക്കുന്നു. അതാ നമ്മൾ ആ കർമ്മയോഗത്തിൽ കൂടെ ജ്ഞാനത്തിലോട്ട് കിടക്കും. കർമ്മയോഗം വഴി ചിത്തശുദ്ധി വന്ന മനസ്സിനെ ജ്ഞാനത്തിലോട്ട് പോകാൻ ഒക്കത്തുള്ളൂ. ചിത്തശുദ്ധി വിദ്യ എന്ന് പറഞ്ഞാൽ എന്തുവാ? അഴുക്ക് വരേണ്ട മനസ്സാണ് നമ്മുടെ. ഈ ജീവാത്മാവ് അഴുക്ക് വരേണ്ടതാണ്. ചിത്തശുദ്ധി വരുത്തണം, ശുദ്ധി വരുത്തണം. എന്താണ് ശുദ്ധി? എന്റെ വാസനകളെ ഞാൻ നിർമ്മാർജ്ജനം ചെയ്യണത്. എങ്ങനെ? സമചിത്തത വന്നാൽ ഈ എന്റെ വാസന എന്ന് പറഞ്ഞാൽ എന്താ? ഇഷ്ടാനിഷ്ടങ്ങളാണ്. ഇഷ്ടം സുഖവും അനിഷ്ടം ദുഃഖവുമാണ്. ഇത് രണ്ടുമില്ലാത്ത അവസ്ഥ. അപ്പം ഈ രണ്ടുമില്ലാത്ത അവസ്ഥയാണ് സമചിത്തത. അപ്പൊ എനിക്ക് ഇഷ്ടാനിഷ്ടങ്ങളില്ല. അപ്പൊ ഞാൻ ചിത്തശുദ്ധി വരുത്തിക്കും. ഞാൻ അവിടെ വാസനയ്ക്ക് അവിടെ ഒരു പ്രാധാന്യവും വരുന്നില്ല. അപ്പൊ ഈ ഞാൻ കർമ്മങ്ങളിൽ നിന്നെല്ലാം വിമുക്തനാവും. അങ്ങനെ വേണം കർമ്മം. അല്ലാതെ എനിക്ക് വന്നു ചേരുന്ന കർമ്മങ്ങൾ ഇതെല്ലാം ഞാൻ തള്ളിക്കളഞ്ഞിട്ട് എനിക്ക് ഇനി ധ്യാനിച്ച് ഞാൻ ജീവിതത്തിൽ ഈശ്വരനോട് പോകാന്ന് വെച്ചാൽ നടക്കത്തില്ല. നമുക്ക് വന്നു ചേർന്നിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങളെ സമർപ്പണ ബുദ്ധിയിൽ അനുഷ്ഠിച്ച് ഞാൻ കർമ്മഫലത്തിൽ നിന്ന് വിമുക്തനാവണം. അങ്ങനെ പോയ ഒരു ആത്മാവിന് മാത്രമേ പരമാത്മാവിൽ, അങ്ങനെ ഒരു ജീവാത്മാവിന് മാത്രമേ പരമാത്മാവിൽ ലയിക്കാൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിലോ ഞാൻ ഈ വാസനകളെ അങ്ങനെ റിട്ടേൺ ചെയ്താലോ തിരിച്ചും ജന്മങ്ങളിൽ കൂടെ ഞാൻ ഈശ്വരൻ അകന്നു പോകും. ഇതാണ് ഇതിനകത്ത് പറയുന്നത്.
കൃത്യമായി ധ്യാനപരന്മാർക്കും കർമ്മപരന്മാർക്കും എന്ന് പറഞ്ഞ സാഖ്യന്മാർക്കും യോഗികൾക്കും തിരിച്ചല്ലേ ശരിക്കും പറഞ്ഞ? ഏത് ജ്ഞാനപരന്മാർ എന്ന് പറയുന്ന യോഗികളും കർമ്മപരന്മാർ എന്ന് പറയുന്നതല്ലേ സാഖ്യന്മാരും? അല്ലല്ലേ? അല്ല, യോഗി യോഗി എന്ന് പറഞ്ഞാൽ എന്താ? കർമ്മത്തിക്കളുടെ യോഗാവസ്ഥയിലോട്ട് പോവുക. കർമ്മത്തിനെ യോഗമാറ്റുന്നവരാണ് യോഗികളാവുന്നത്. മറ്റേത് ജ്ഞാനികളാ. ഈ ജ്ഞാനത്തെ കുറിച്ചുള്ള അറിവിനെ അനുഭവമാക്കുമ്പോൾ അവരെ ജ്ഞാനി എന്നാ പറയുന്നത്. ജ്ഞാനപരന്മാർക്കും യോഗിപരമായി നമ്മൾ കർമ്മത്തിനെ യോഗത്തിൽ ചെയ്താൽ കർമ്മയോഗിയാവും. മഹാത്മാഗാന്ധി എങ്ങനെയാ പറയുന്നത്? ഒരു കർമ്മയോഗി എന്നല്ലേ പറയുന്നത്? അപ്പൊ സാഖ്യന്മാരെന്ന് പറയുന്ന സാഖ്യന്മാർ സാഖ്യം എന്ന് പറഞ്ഞാൽ ജ്ഞാനം. സാഖ്യ യോഗവും ഉണ്ട്, സാഖ്യ ശാസ്ത്രവും ഉണ്ട്. സാഖ്യ യോഗം എന്ന് പറഞ്ഞാൽ പരമാത്മാവിനെ കുറിച്ചുള്ള അറിവാണ്. അതിനെ ആ സാഖ്യ യോഗം ചെയ്യുക, ആ പരമാത്മാവിനോട്ട് യോഗം ചെയ്യുന്നതിനാണ് സാഖ്യ യോഗം. അത് ആ പ്രോസസ്സിനെ പറയുന്നതാണ്. ജ്ഞാനയോഗം തന്നെയല്ലേ അത്? സാഖ്യയോഗം ജ്ഞാനയോഗമാണ് സാഖ്യയോഗം. ജ്ഞാനയോഗം തന്നെ സാഖ്യയോഗം. അപ്പം ഈ ഞാൻ പറഞ്ഞത് അടുത്തത് എന്തുവാ? ഞാൻ ഇപ്പം സാഖ്യ ശാസ്ത്രമുണ്ട്. ഈ പരമാത്മ ചൈതന്യത്തിലേക്കുള്ള അറിവാണ് ജ്ഞാനം. അത് മറ്റേതെന്തുവാ? ഈ പരമാത്മ ചൈതന്യം വന്നതാണ് പ്രകൃതി, ഇല്ലേ? പ്രകൃതി രണ്ടായിട്ട് കാണുന്നത് അല്ലെ? പ്രകൃതി പുരുഷൻ രണ്ടായിട്ട് കാണുന്നതാണ്. പ്രകൃതിയും പുരുഷനിൽ നിന്നാണ് പ്രകൃതി വന്നത്. രണ്ടും കോംപ്ലിമെന്ററി ഈച്ചതാണ്. ആ പ്രകൃതിയും ഈ പരമാത്മ ചൈതന്യത്തിന്റെ ഒരു അംശമല്ലേ, ഒരു പാർട്ടാണ്. അതിനെ എക്സ്പ്ലെയിൻ ചെയ്തതാണ് സാഖ്യശാസ്ത്രം. വെച്ചാല് സാഖ്യം എന്നുവെച്ചാൽ നമ്പർ 24 ഘടകങ്ങൾ ചേരുന്നതാണ് പ്രകൃതി. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, ഇങ്ങനെ പഞ്ചഭൂതങ്ങള്, അതിന്റെ ഗുണങ്ങൾ വെച്ചാല് നമ്മളെ കേൾവി, കാണുന്നത്, ഈ ഇങ്ങനെ 24 ഐറ്റംസ് ചേരുന്നതാണ് സാഖ്യശാസ്ത്രം. സാഖ്യയോഗം ആ ജ്ഞാനത്തിനെ കുറിച്ച് ജ്ഞാനത്തിനെ കുറിച്ച്. ജ്ഞാനം വെച്ചാൽ ഈ പരമാത്മ ജനത്തിലുള്ള ആ അറിവ്, അതിനെ അനുഭവമാക്കണം. അറിവിനെ നമുക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല. ഓരോരുത്തരും അതിലോട്ട് ലയിക്കുക വേണ്ടത്. അതിനെ പരമാത്മാവിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇതല്ല ഇങ്ങനെ പറഞ്ഞ് ഇതൊന്നും അല്ലാത്തത് ഏതോ അതാണ് പരമാത്മാവ്. അങ്ങനെ പരമാത്മാവിനെ കുറിച്ച് പറയാൻ പറ്റത്തുള്ളൂ. അത് ഒരു യൂണിവേഴ്സൽ കോൺഷ്യസ്. അത് മധുരത്തിനെ എങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നേ? മധുരത്തിനെ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ വേഴ്സിൽ കൂടെ? അനുഭവിക്കാനേ പറ്റത്തുള്ളൂ. പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. മധുരം അനുഭവിച്ചിട്ടില്ലാത്ത ഒരാളെ നമുക്ക് മധുരം എന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുമോ? ഒക്കത്തില്ല. അതേപോലെ തന്നെയാണ് ഈ പരമാത്മ ചൈതന്യം. പക്ഷെ നമ്മൾ ഇത്രയൊക്കെ ഇപ്പൊ ഗീത പഠിക്കുമ്പോഴേ ഈ കേട്ടതൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ മനസ്സിലാകാതിരിക്കുവാണെങ്കിൽ അങ്ങനെ ഇരിക്കരുത്. തീർച്ചയായിട്ടും ചോദിച്ചും, അല്ലെങ്കിൽ നമുക്കിത് ഓരോരുത്തർക്കും നമ്മൾക്ക് ആരുടെയും ആവശ്യമില്ല. ആക്ച്വലായിട്ട് ഈ ഒരു ബുക്കിൽ കൂടെ ഇരുന്ന് ചിന്തിക്കാതെ, മനനം ചെയ്യാതെ ഇതിനെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഗീതയൊന്നും ആരെയും പഠിപ്പിക്കാൻ ഒക്കത്തില്ല. അതൊരു പരമാർത്ഥമാണ്. നമുക്ക് ചില ക്ലൂസ്, ഡയറക്ഷനും ഒക്കെ കിട്ടുമെന്നല്ലാതെ അവനവൻ വിചാരിച്ചാലേ ഇതിനെ ഉൾക്കൊള്ളാൻ പറ്റത്തുള്ളൂ. പക്ഷെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇതിന്റെയൊക്കെ ശ്ലോകം, എത്രയോ പേര് നല്ലപോലെ ശ്ലോകം ചൊല്ലി ഇതിന്റെയൊക്കെ അർത്ഥം നല്ലപോലെ പറയാം. പക്ഷെ ഉൾക്കൊള്ളണം എന്നുണ്ടെങ്കിൽ അവനവൻ ചിന്തിക്കാതെ, നിരന്തരം ചിന്തിക്കാതെ എൻ്റെ ജീവിതത്തിലോട്ടാകത്തില്ല. ജീവിതത്തിലായാൽ മാത്രമേ ഉള്ളൂ എനിക്ക് സ്വസ്ഥതയിലോട്ട് പോകാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മളിപ്പോ എങ്ങനെയായി ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, അതേ ജീവിതം നമ്മൾ തുടരും. പക്ഷെ ഇത് ഏതൊരു സബ്ജക്റ്റ് പഠിക്കുന്ന പോലെയും ഇത് ഒരു അറിവിന്റെ തലത്തിൽ മാത്രമേ ഇരിക്കും. നമ്മൾ എത്രയോ സബ്ജക്റ്റുകൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട് അവരവരുടെ തുറയിൽ. അതുമെല്ലാം നമ്മുടെ സ്വഭാവത്തിനെ ബാധിച്ചിട്ടുണ്ടോ? ഇല്ല. അതേപോലെ ആകരുത് ഗീത പഠിക്കുന്നത്. നിരന്തരം ചിന്തിക്കണം. കാരണം ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നുണ്ട്, നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നുണ്ടോ? എത്രയോ നമ്മൾ ആരെയും ചുമ്മാ ഇരിക്കുവാണോ? എല്ലാവരും ചിന്തിച്ചു കൂട്ടുക. ചിന്തിക്കുന്നതിന് ഒരു കൈയും കണക്കുമില്ല. പക്ഷെ ചിന്തിക്കേണ്ട രീതിയിലല്ല ചിന്തിക്കുന്നത്. ഞാൻ സ്വാമി പറഞ്ഞൊരു കഥ ഞാൻ പറഞ്ഞില്ലേ, ഒരു കുഞ്ഞൊരു വീട്ടിലെ കാളയുടെ ഒരു കൊമ്പിന്റെ ആ കാളയുടെ കൊമ്പിന്റെ ഇടയ്ക്ക് എങ്ങനെ തലയിടാമെന്ന് ചിന്തിക്കുക. അങ്ങനെ എത്രയോ നാൾ ചിന്തിച്ച് ഒരു ദിവസം കാള കടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ അതിന്റെ കൊമ്പിന്റെ ഇടയിൽ കൊണ്ട് തലയിടും. അതൊരു അടുത്ത് ഏറുവരിയും ഉള്ളതിലൂടെ പോയി എന്നിട്ട് അപ്പൂപ്പൻ ചോദിക്കും, എന്താ ഉണ്ട് ഇങ്ങനെ കാണിക്കുന്നേ? ചിന്തിക്കാതെ എന്തിനാ ഇങ്ങനെ പ്രവർത്തിക്കുന്നത്? അപ്പൂപ്പ ചിന്തിച്ചില്ലെന്ന് മാത്രം പറയും. ഞാൻ എത്ര ദിവസം കൊണ്ട് ചിന്തിക്കുന്നു അതിന്റെ കൊമ്പിന്റെ ഇടയിൽ കൊണ്ടും തലയിടണമെന്ന്. ഇന്നാന്നും സാധിച്ചത് എന്ന് പറയുന്ന പോലാണ് നമ്മുടെ ഈ ദുരിതാവസ്ഥ.
നമ്മൾ ചിന്തിക്കുന്നുണ്ട്, വേണ്ട ഡയറക്ഷനിലല്ല ചിന്തിക്കുക. അതാ പറഞ്ഞേ, ആ ചിന്തകളെ മാറ്റി നമ്മളിപ്പോ പഠിക്കുന്ന ചിന്തകളെ ശരിക്കും മനനം ചെയ്യുക. അവരവർക്ക് മനസ്സിലാവണം. ഈ പറഞ്ഞെന്ന് വെച്ചുകൊണ്ട് മനസ്സിലാവത്തില്ല. പക്ഷേ ഡൗട്ടുകളൊക്കെ വരുമ്പോ, എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ വരുമ്പോ സ്വയം കണ്ടെത്താൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിക്കുക. തീർച്ചയായിട്ടും ഇതിനെ നമുക്ക് വിചാരിച്ചാൽ നടക്കാത്ത കാര്യമല്ലത്. പക്ഷേ നമ്മൾ ശരിക്കും നമ്മൾ അതിനുവേണ്ടി ഇൻട്രസ്റ്റ് എടുക്കണം. എന്തെല്ലാം പ്രശ്നങ്ങളാണ് ജീവിതത്തിൽ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ കിട്ടുന്ന ഒരു സമയം സ്വസ്ഥമായിട്ടിരിക്കാം. നമ്മൾ ഈ സ്വസ്ഥതയ്ക്ക് ഇതൊക്കെ കുറെയൊക്കെ ചുമ്മാ ഈ പ്രാരബ്ധമൊക്കെ കഴിഞ്ഞ് കുറെ സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ നമ്മൾ ഇനി ഏതോ ഒരു സ്വസ്ഥമായിട്ടുള്ള അവസരം കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും ഇല്ലേ. കടലിലെ കുളി എങ്ങനെയാ? കടലൊന്ന് ശാന്തമായിട്ട് വേണം എനിക്കൊന്ന് കുളിക്കാൻ, ഒക്കുവോ എന്ന് പറയുന്ന പോലെ തന്നെയാണ് നമ്മുടെ അവസ്ഥ. ഇതെല്ലാം ഒന്ന് സ്വസ്ഥമായിട്ട് ഇപ്പൊ ഇങ്ങനെയൊക്കെ ഇരുന്ന് പറയാൻ അവർക്ക് വേറെ ജോലിയും തൊഴിലൊന്നും ഇല്ല. അതുകൊണ്ടായിരുന്നു ഇങ്ങനെ പറയുന്നത്. നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങളാ, അതൊക്കെ നോക്കാതിരിക്കാൻ പറ്റുമോ? അതാ നമ്മൾ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഈ ഗൃഹസ്ഥാശ്രമത്തിൽ യാതൊരു സംശയമില്ല, അത് വേണം നമ്മുടെ സ്വധർമ്മത്തിന് വേണ്ടി നമ്മൾ. പക്ഷെ ആ സ്വധർമ്മത്തിന്റെ ഒരു പീരീഡ് കഴിഞ്ഞാൽ എന്റെ ഗൃഹസ്ഥാശ്രമം ഇന്ന് ആരും വിട്ടുമാറുന്നില്ല. ഇതിന് കടിച്ചു തൂങ്ങി കിടക്കുകയാണ്. നമ്മുടെ ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബന്ധങ്ങളിൽ കടിച്ചു തൂങ്ങി എനിക്ക് സ്വസ്ഥതയില്ല, എനിക്ക് ബാധ്യതകളുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഈ ബാധ്യതയെല്ലാം മനസ്സിലേറ്റി നടക്കുക. നമ്മുടെ വിചാരം നമ്മളുണ്ടായതുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം വീടുകളിൽ നടന്നു പോകുന്നത്. നമ്മളില്ലെങ്കിലും കാര്യങ്ങൾ എത്രയോ നമുക്കറിയാം. ഓരോ വീടുകളിൽ ഓരോരുത്തരും മരിച്ചു പോകുന്നു. ആ വീട്ടിലെ കാര്യങ്ങൾ ഒന്നും നടക്കാതാന്നോ? പക്ഷെ നമ്മുടെ ഓരോരുത്തരുടെ ധാരണ എന്തുവാ? നമ്മളുണ്ടായതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നേ. അപ്പൊ നമുക്ക് ചെയ്യേണ്ടത്, നമ്മളിപ്പോ കൊണ്ടുപോകേണ്ടത് നമ്മൾ ഇത് വല്ലതും നമുക്ക് വല്ലതും കൂടെ വരുമോ? പക്ഷെ കൂടെ വരുന്ന ചിലതുണ്ട്, ചില മൂല്യങ്ങളുണ്ട്. അതിനനുസരിച്ചാണ് ഈ ജീവാത്മാവിന്റെ യാത്ര. ഈ മൂല്യങ്ങളെ തിരിച്ചറിഞ്ഞ് അതുമായിട്ട് എനിക്ക് സ്വാതന്ത്ര്യം കിട്ടും. അല്ലെങ്കിലോ തിരിച്ചും ഇതേ ബന്ധങ്ങളിലോട്ട് തന്നെ ഞാൻ വരും. ഇപ്പൊ നമ്മൾ ഈ ജന്മത്തിൽ എന്തെല്ലാം ബന്ധങ്ങളുണ്ട്, ബന്ധനങ്ങള് നമുക്ക് തന്നെ അറിയാമല്ലോ, മാറാൻ പറ്റുന്നില്ല. ഇതിനെ കട്ടിയുള്ള ഇരട്ടി ബന്ധനത്തിലോട്ട് പോകും ഞാൻ. ഇതിന് തക്ക സ്വാതന്ത്ര്യം വേണമെന്നുണ്ടെങ്കിലോ, ഈ ജീവാത്മാവ് സ്വാതന്ത്ര്യം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. നമ്മൾ ഈ അജ്ഞാനത്തിലിരിക്കും തോറും നമ്മുടെ ബന്ധനങ്ങൾ കൂട്ടുക. അതുകൊണ്ട് ഇതിനൊക്കെ സമയം കണ്ടെത്തിയേ പറ്റൂ. എന്തെങ്കിലും പറയാനുണ്ടോ ആർക്കെങ്കിലും? 1 മിനിറ്റ് ഉണ്ട്. കഴിഞ്ഞു. എനിക്ക് തിരിഞ്ഞു നോക്കാതെ ഒന്നും രക്ഷയില്ല.